മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ, എ ബീക്കൺ ഓഫ് ഹോപ്പ്. നമ്മുടെ ഭാവി ജീവിതം അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ്റെ ജീവിതം എങ്ങനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യിപ്പിക്കാം. നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ഒരുപാട് ടെക്നോളജീസ് നമുക്കറിയാം. സോ ഇതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നെക്സ്റ്റ് ജനറേഷൻ്റെ, അതായത് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യിക്കാം, എങ്ങനെ കുറച്ചുകൂടി ഹോപ്പ് ഉള്ളതാക്കാമെന്ന് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ പോയി ഇവിടുത്തെ എല്ലാ ടെക്നോളജീസും ഐഡിയാസൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് കിട്ടും. അതായത് നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാണ്ട് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചും കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ഒരു ഹോപ്പ് നമ്മുടെ ലൈഫിൽ വരും. വേൾഡിലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ആയൊരു സ്ട്രക്ചറാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. ഇതിനുള്ളിൽ കോർണേഴ്സ് ഇല്ല. ഒരു ടോറസ് ഷേപ്പ്, അതായത് നമ്മുടെ ഹ്യൂമൻ ഐനെ റിസംബിൾ ചെയ്തിട്ടാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മീനിങ്സ് ഉള്ള, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ഹോപ്പ് തരുന്ന അറബിക് കോഡ്സ് ആണ് ഈ ബിൽഡിങ്ങിൽ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. ടിക്കറ്റ് പ്രൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡൾട്ടിന് 3000 to 4000 റുപ്പീസാണ്. കിഡ്സ് ബിലോ 3 ഫ്രീ ആണ്. ടൈമിംഗ് മോർണിംഗ് 10 AM to 9:30 PM വരെയാണ്. ലാസ്റ്റ് എൻട്രി 7:30 PM ആണ്. 2071ലേക്കുള്ളൊരു ജേണിയാണ് നമ്മളിപ്പോൾ ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് എ പ്ലേസ് ടു സീ, ടച്ച് ആൻഡ് ഷേപ്പ് അവർ ഷെയർഡ് ഫ്യൂച്ചർ. 1 to 2 hour ജേണിയാണ് ഇതിനുള്ളിലുള്ളത്. ടിക്കറ്റ്സ് ഒക്കെ പ്രീ ബുക്ക് ചെയ്യാണ് കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ടൈം സ്ലോട്ടിന് ഒരു 15 to 30 minutes മുമ്പ് നമ്മൾ മ്യൂസിയത്തിനുള്ളിൽ എത്തിയിരിക്കണം. ടിക്കറ്റ് കൗണ്ടറിൽ പോകുമ്പോൾ നമുക്കൊരു റിസ്റ്റ് ബാൻഡ് തരും. സോ ആ ബാൻഡ് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് മ്യൂസിയത്തിലേക്ക് എൻട്രി ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ അതിനുള്ള ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ ബാൻഡ് സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ ബാൻഡ് നമ്മൾ സൂക്ഷിക്കണം. ടോട്ടൽ 7 ഫ്ലോറാണ് ഈ ബിൽഡിങ്ങിലുള്ളത്. അതിലെ 5 ഫ്ലോറുകളാണ് വിസിറ്റേഴ്സിനായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 5 ഫ്ലോറിനെയും ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. Assalamu alaikum. Greetings everyone. My name is Aya. I'm a digital resident of the Museum of the Future. Welcome to my home. Your task is to explore and return discoveries and help the present. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ജേണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയൊരു സ്പേസ് ട്രാവൽ ആവാം അല്ലേ? ഇതൊരു 4 minute ജേണിയാണ്. റിയലിസ്റ്റിക് സൗണ്ടും വൈബ്രേഷൻസും വിഷ്വൽസും ഒക്കെ ആയിട്ട് എ റൈഡ് ടു സ്പേസ്. എർത്തിൽ നിന്നും സ്പേസിലോട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ കാണാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഈ സ്പേസ് ഷിപ്പ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു സ്പേസ് സ്റ്റേഷൻ കമാൻഡ് സെന്ററിലേക്കാണ്. ഇവിടെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ OSS ഹോപ്പ്. ഇതൊരു ഓർബിറ്റൽ സ്പേസ് സ്റ്റേഷനാണ്. എർത്തിൽ നിന്നും ഒരു 600 മീറ്റർ ദൂരെ പോയാൽ എങ്ങനെയായിരിക്കും, അതാണ് ഇവിടെ ഇവർ കാണിക്കുന്നത്. അവരുടെ പ്രൊജക്റ്റ്, മോണിറ്ററിംഗ്, ഇവാലുവേഷൻസ് എന്നിങ്ങനെ എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഒരു സ്പേസ് സ്റ്റേഷനിൽ ഇരുന്ന് അവിടെയുള്ള എല്ലാ ഓപ്പറേഷൻസും എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ തന്നെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയയാണ് പയനിയർ ആപ്ലിക്കേഷൻ. നമ്മുടെ റിസ്റ്റ് ബാൻഡ് സ്കാൻ ചെയ്ത് കമാൻഡ് സെന്ററിലെ ഓഫീസർ ലുക്കിൽ നമുക്കും ഷൈൻ ചെയ്യാം. ഇവിടെയുള്ള എല്ലാം കണ്ടു കഴിയുമ്പോൾ സ്പേസ് ഷട്ടിലിൽ കയറി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ലാൻഡ് ചെയ്യാം. ഇതും ശരിക്കും അടിപൊളിയായിരുന്നു.
ചാപ്റ്റർ 2 ദ ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ദുബായ്, അതായത് 2071 ദുബായ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡെമോ അവർ കാണിച്ചു തരും. കുറച്ചു നേരം കണ്ടു നിൽക്കാൻ ഉണ്ട് കേട്ടോ സംഭവം. ഇനി നമ്മൾ പോകുന്നത് ഒരു ഡിജിറ്റൽ ആമസോൺ ഫോറസ്റ്റിലേക്കാണ്. ശരിക്കും ഒരു കാടിനുള്ളിൽ നിൽക്കുന്ന ഫീലിംഗ്. നമ്മുടെ ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെയുള്ള ചേഞ്ചിങ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഹ്യൂമൻ റെക്ടിഫൈ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഒരു ലൈബ്രറിയാണ്. ഈ ബുക്കൊക്കെ വെച്ചിട്ടുള്ള ലൈബ്രറി ഒന്നുമല്ല, ലൈബ്രറി ഓഫ് ലൈഫ്. ഒരു വണ്ടർ വേൾഡ്. മോർ ദാൻ 2000 സ്പീഷ്യസിനെ ഒരു ഗ്ലാസ് ജാറിൽ സ്പെഷ്യൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ സ്പീഷ്യസിനെയും വളരെ മൈന്യൂട്ടായിട്ടും ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കും. യെസ്, ദിസ് ഈസ് എ ചാമ്പർ ഓഫ് ദി ലൈഫ്. നെക്സ്റ്റ്, എക്കോസിസ്റ്റം സിമുലേറ്റർ. ഇതൊരു ലൈബ്രറി ടെസ്റ്റിംഗ് ഏരിയയാണ്. ഓരോ പുതിയ സ്പീഷീസും നമ്മുടെ എൻവയോൺമെന്റിൽ എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ മോഡൽസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള ഓരോ സ്റ്റാൻഡും ഓരോ ഫങ്ഷൻസിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, സോയിൽ ക്ലീനിങ് ട്രീ, ഫയർ റെസിസ്റ്റന്റ് ട്രീ, കാർബൺ ക്യാപ്ചർ ട്രീ എന്നിങ്ങനെ. നമ്മുടെ റിസ്റ്റ് ബാൻഡ് സ്കാൻ ചെയ്ത് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫയർ റെസിസ്റ്റൻസ് ട്രീ. ഈ സ്പീഷീസ് ഉണ്ടെങ്കിൽ കാട്ടുതീ ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഇല്ല. ഇതുപോലെ ലൈഫിനെ റീസ്റ്റോർ ചെയ്യാനും റിപ്പയർ ചെയ്യാനുമുള്ള ഇൻട്രസ്റ്റിംഗ് ഇന്നോവേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സിന്റെ പ്രിസർവേഷൻ റൂമും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചാപ്റ്റർ 3 അൽ വഹ ദ ഒയാസിസ്. ഒരു പീസ്ഫുൾ ഏരിയ. നമ്മുടെ മൈൻഡിനെയും ബോഡീനെയും ഹീൽ ചെയ്യാനുള്ളൊരു സ്പേസ്. ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ കൂടി വരുന്ന നമ്മുടെ ഫ്യൂച്ചറിനെ ഒന്ന് കാമാക്കണ്ടേ? എല്ലാ ഡിജിറ്റൽ മീഡിയത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് ജസ്റ്റ് എൻജോയ് ദ ഹീലിംഗ് എക്സ്പീരിയൻസ്. കുറച്ച് സെൻസറി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെൻസറി റൂംസ് ആണ് ഇവിടെ ഉള്ളത്. ഹാൻഡ് വൈബ്രേഷൻസ്, സൗണ്ട് വേവ് സെൻസിങ്, വിഷ്വൽ സെൻസിങ് എന്നിങ്ങനെ. സോ ഡു സ്പാ ഫോർ യുവർ സെൻസ്. Let's move to chapter 4 Tomorrow Today. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒരു മായാലോകം. നമ്മുടെ സ്പേസ് ലൈഫ് എങ്ങനെയായിരിക്കും? ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ട്രാവലിംഗ്? ഏതൊക്കെ വണ്ടികളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? അതുപോലെ നേച്ചർ റോബോട്ട്സ് ആയാൽ എങ്ങനെയിരിക്കും? അതായത് സൈബർ ഡോഗ്, റോബോട്ട്, ഇതിൻ്റെയൊക്കെ മോഡൽസ്. ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ബിൽഡിങ്സ്, ടെസ്ല സ്യൂട്ട്, ടെസ്ല ഗ്ലൗസ്, സ്മാർട്ട് ഹോംസ്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും കാണാം. എന്തിനേറെ പറയുന്നു, ഒരാളുടെ ബോഡി ടൈപ്പും ഫേസും സ്കാൻ ചെയ്ത് അയാളുടെ ക്യാരക്ടർ വരെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഈ ടെക്നോളജിയുടെ ഒക്കെ ഒരു പവറേ.
ഈ ഫ്ലോറിൽ തന്നെയാണ് വ്യൂവിംഗ് ഡെക്ക്. ഇവിടെ നിന്നാൽ ഇന്നർ ഹാഫ് കർവ് ഓഫ് ദ മ്യൂസിയം നമുക്ക് കാണാം. Next chapter, Future Heroes. Last chapter of the museum. 3 വയസ്സ് മുതൽ 10 വയസ്സുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ എൻട്രി ആണ് ഈ ഗെയിം സ്പേസിൽ. കിഡ്സിൻ്റെ ഇമാജിനേഷനും ഗെയിം സോൾവിംഗ് സ്കില്ലും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലേ സ്പേസ്. മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ ടോപ്പ് 10-ൽ വരുന്ന പ്ലേസ് ആണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. അതുകൊണ്ട് മാത്രമല്ല ഞങ്ങളിവിടെ സെലക്ട് ചെയ്തത്. ഒരുപാട് ഡൗട്ടായി വരുന്ന നെക്സ്റ്റ് ജനറേഷന് അവരുടെ കുറേ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ ഇവിടെ പോയാൽ നമുക്ക് ലഭിക്കും. ഭാവിയിലേക്കുള്ള പ്രതീക്ഷകളുടെ ഒരു കൂടാരമാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. Thanks for watching.